ഹലോ സുഹൃത്തുക്കളെ, ഇനി ഇളനീർ പായസമാണ് ഉണ്ടാക്കുന്നത്. അത് പൊളിച്ചുടച്ച് എടുത്തതിന് ശേഷം കുറച്ച് ഇളനീരെടുത്ത് നുറുക്കുക. ബാക്കിയുള്ളത് എടുത്ത് നമ്മൾ ജ്യൂസ് നല്ല മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളിയെടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ച് അതിനകത്ത് മിൽമാപ്പാൽ, അതായത് ഒരു 3 പാക്കറ്റ് മിൽമാപ്പാലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പാകത്തിന് ഉള്ള മധുരവും ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക നന്നായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുപോയിട്ട് ഇളനീരെടുത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് അത് ഇതിനകത്ത് തിളച്ച് നല്ലോണം വരുന്ന വരെ ഇളക്കി അതിനകത്ത് മധുരവും ഇട്ട് നന്നായി ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ചതിന് ശേഷം അതിനൊരു കപ്പ് പാൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പാൽ മുക്കി വയ്ക്കണം. അതിന് ശേഷം ഈ ഇളനീരിൻ്റെ ജ്യൂസ് അടിച്ചത് അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നല്ലവണ്ണം കുറുകണം. അതിനകത്ത് ഇത് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ലേശം അണ്ടിപ്പരിപ്പ്, അതുപോലെ മിൽമ നെയ്യ് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാണ്ട് ഇളക്കിയെടുക്കുക. ഇളക്കി നല്ല പാകമാവുന്ന വരെ ഇളക്കിയെടുക്കുക. അത് അതിനകത്ത് നെയ്യ് ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് അടി പിടിക്കൊന്നുമില്ല. നല്ല കുറുകിയാകുമ്പോൾ പാകത്തിന് വരുമ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ലേശം പഞ്ചസാരയും ഏലക്കയും കൂട്ടി പൊടിച്ചെടുത്ത് അതിനകത്ത് വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായി കൂട്ടി ഇളക്കി നമ്മൾ മുക്കി വെച്ച് കപ്പിലും എടുത്ത് വയ്ക്കുന്ന പാലുണ്ടല്ലോ, അത് തിളപ്പിക്കുമ്പോൾ നമ്മൾ മുക്കി വെച്ച പാല് അത് അതിനകത്ത് ചേർത്ത് നമ്മൾ കട്ടായതൊന്ന് ലൂസാക്കി കൊടുക്കുക. അത് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കത് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി, ഉഗ്രൻ.